28 കേസുണ്ട് പി വി അൻവറിൻ്റെ പേരിൽ. അറിയുള്ളൂ എങ്ങനെ 28 കേസുണ്ടായത്? ഈ ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ആർക്കെങ്കിലും ഒരു കേസുണ്ടോ? ഒറ്റ കേസ്. പി ശശി കൊടുത്ത തലശ്ശേരിയിലെ കേസ് വിചാരണ ആരംഭിച്ചു. കഴിഞ്ഞ 17-ാം തീയതി എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ലീവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ഒരു അധികാരവും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. ഇങ്ങനെ കുടിക്കിയാൽ, ഇവിടെ പിണറായി ആണല്ലോ, അപ്പോൾ ഇവിടുന്ന് ഒരു ഇതാണ് കത്രികപ്പൂട്ട്. ഈ കത്രികപ്പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവർ ഈ മനുഷ്യനെ ഞാൻ ഭൂമിയിലിരിക്കാനാ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നവനാ ഞാൻ, അല്ലേ? നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാലോ, കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. ഞാൻ ഈ പറയുന്ന ആശയത്തിൻ്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ കാണൂല. അവരെ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴേ കാണുള്ളൂ. അവർ പ്രാർത്ഥനയിൽ അവർക്ക് മിണ്ടാൻ കഴിയില്ല. കാരണം അവർ ആശ്രിതരാണ്. ജീവിതത്തിൻ്റെ അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അതിലെല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അവരുടെ പ്രാർത്ഥനയും എന്താ പറയുക, അവരുടെ മാനസിക സപ്പോർട്ട് വേണം മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെൻറ്റിനെതിരെ വസ്തുനിഷ്ഠമായിട്ട് ഇത്രയും കാര്യങ്ങൾ ജനങ്ങൾ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ആർക്കാ സാധിച്ചിട്ടുള്ളത്? നിങ്ങൾക്കൊന്ന് സത്യസന്ധമായി ആലോചിച്ചേക്ക്. ഇവിടെ ഇപ്പം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പിണറായിസം അടക്കം മിനിഞ്ഞാന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയല്ലോ. നാഷണൽ ഹൈവേ കേരളത്തിൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേക്ക് പൈസ കൊടുത്തത് ഞങ്ങളൊരു ഗവൺമെൻറ്റായി എന്ന് പറഞ്ഞാണ് നിരന്തരമായി ഇവിടെ വാദം നടത്തി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന് ആ കടലാസ് ഞാൻ തരുമ്പോഴല്ലേ കേരളത്തിലെ ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങൾ 50%, 100% കൊടുത്തു തരണം. ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഒരു കടലാസേറ്റ് വന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഈ സർക്കാരിൻ്റെ മോശപ്പെട്ട എല്ലാ പ്രവർത്തികളും എന്ത് മോശപ്പെട്ടത് എന്താണെന്നൊന്ന് പറയണ്ടേ? ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. ആരാ കൗണ്ടർ ചെയ്തത്? എന്തെല്ലാം കൗണ്ടർ ചെയ്യാൻ അതിലുണ്ട്? ഇതിനൊന്നും ആർക്കും സമയമില്ല. എല്ലാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം വേറെയാണ്. ഞാൻ ഇപ്പം പറയുന്നില്ല, പറയേണ്ട ഘട്ടം വരും. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യണം? കേരളത്തിൽ ജനങ്ങൾ പറയട്ടെ. എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ. അതാരാ? KC വേണുഗോപാൽ. എന്നൊക്കെ അറിയാം. അദ്ദേഹവുമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല. എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ. അദ്ദേഹമാണല്ലോ ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന കോൺഗ്രസ് തന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടു കൂടി അവസാനിക്കുമെന്ന് പറയുന്ന കോൺഗ്രസിന് 40 സീറ്റിൽ നിന്ന് 200 സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നമാണ്. ഇന്നും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക 24 മണിക്കൂറും. അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് കുറച്ച് എൻ്റെ ഗ്രീവിയൻസ് പറയാനുണ്ട്. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് ഇനി ഒന്നും എന്താ പറയുക, അവർക്ക് ഇത് പുറത്ത് ബോധ്യപ്പെടുത്തില്ല. അവർ പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയുക, പണ്ട് ഈ പറയുന്നത് പോലെ കെ കരുണാകരനും മാണി സാറും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇതിനൊക്കെ ഒരു ചർച്ചകൾ നടത്തി ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കഴിയുന്ന അത്ര ഓടുന്നുണ്ട്, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഇതിനൊരു ഐക്യപ്പെടണ്ടേ? എത്ര പാർട്ടിയുണ്ട് UDF ഘടകകക്ഷികളെന്ന് ആലോചിച്ച് നോക്കൂ. ഫോർവേഡ് ബ്ലോക്ക് ഞാൻ പറയണ്ടല്ലോ. ഇപ്പം ഇവിടെ കുന്നമംഗലത്തൊരു എന്താണ് പ്രവാസി കോൺഗ്രസ് എന്ന് പറഞ്ഞു, ഘടകകക്ഷിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആ പാർട്ടി കമ്പ്യൂട്ടറിൽ മാത്രമാണ്, ഇത് സോഫ്റ്റ്വെയറിൽ മനുഷ്യന്മാരില്ല. ഘടകകക്ഷിയാണ്. ഇവിടെ 20 കിലോമീറ്റർ ഉള്ളൂ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർക്ക്, തമിഴ്നാട്ടിലേക്ക്. അവിടെ ഈ പറയുന്ന കോൺഗ്രസും CPM-ഉം DMK-യും TMC-യും എല്ലാം ഒന്നാണ്.
അപ്പം എന്ത് ന്യായമാണ് ഇതിനൊക്കെ? ഓരോ സംസ്ഥാനത്തും നടക്കുന്ന രാഷ്ട്രീയ അലയൻസുകൾ നമുക്കറിയില്ലേ? അപ്പം എന്താണ് ഞാൻ ചെയ്ത കുറ്റം? ഇനി ഞാൻ എന്ത് ചെയ്യണം? ആരെ കാല് പിടിക്കണം ഈ ഗവൺമെൻറ്റിന് താഴെ ഇറക്കാൻ? എനിക്കൊരു ചുക്ക് നിങ്ങൾ തരണ്ട. എൻ്റെ കൂടെ കുറേ മനുഷ്യന്മാരുണ്ട്. അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അൻവറിന് ഇനി നയം വ്യക്തമാക്കണമെങ്കിൽ എൻ്റെ പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിക്കണം. എന്നെ വിശ്വസിച്ച് വന്ന കുറേ ആളുകളുണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും. എനിക്കൊരു പാർട്ടിയുണ്ട്, AITC, പാർലമെൻറ്റിലെ 3ാമത്തെ പാർട്ടിയാണ്, 42 MP-മാരുള്ള, 200ഓളം MLA-മാരും മുഖ്യമന്ത്രിയുള്ള. അവരോട് എനിക്ക് സംസാരിക്കണ്ടേ? ഓരോ ദിവസവും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF മെനിയാന്ന് സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത് കണ്ടിട്ട് അവർ വിളിച്ചു, എന്തായി നമ്മുടെ കാര്യം? നമ്മൾ അണ്ടർ ഡിസ്കഷനിലാണ്, ഇറ്റ്സ് ഗോയിങ് ഓൺ, വി വിൽ ഇൻഫോം യു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ നാണം കെട്ട ഒരു തീരുമാനത്തിന് പോകണ്ട, യു ഗോ ആൻഡ് ഗിവ് ദ നോമിനേഷൻ, ദീദി വിൽ കം ദർ. TMC ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരും. 10 മന്ത്രിമാരെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മിനിസ്റ്റേഴ്സ്, വാട്ട് എവർ MPs യു റിക്വയർഡ്, യു ഗീവ് മീ ദ ഡീറ്റെയിൽസ്. കേരളത്തിൽ പരിചിതമായ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ അതിശക്തമായി സംസാരിക്കുന്ന MP-മാരുണ്ട്. അവർ വരും പ്രചരണത്തിന്. ദേ ആർ റെഡി ടു സപ്പോർട്ട് അസ്. ഇതൊക്കെ നിൽക്കുമ്പോഴും എന്താ അറിയോ, നമ്മൾ ലക്ഷ്യം വെച്ചൊരു സംഗതിയുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുക. അപ്പം ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനോടും കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഞാനിത് പ്രചരിപ്പിക്കാൻ പോലില്ല. ബഹുമാനപ്പെട്ട K. സുധാകരൻ മിനിയാന്ന് കണ്ട വിവരം ഞാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരന്തരമായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ നോക്കൂ നിങ്ങൾ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീണ്, KPCC ജനറൽ സെക്രട്ടറി ജയന്ത്, CMPയുടെ നേതാവ് നമ്മുടെ MVR ഹോസ്പിറ്റലിൻ്റെ ചെയർമാനായ ദാസേട്ടൻ ഇന്നലെ ഇവിടെ വന്നല്ലോ ഉച്ചക്ക്, നിങ്ങൾ കണ്ടതാണല്ലോ. അവർക്ക് എന്തിനാ വരുന്നത്? അവർക്ക് എന്താ പറയുക, ആ കോൺഗ്രസിനോടുള്ള സ്നേഹവും വ്യക്തിപരമായി എന്നോടുള്ള ബന്ധവും UDF ഇവിടെ വരണമെന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. പ്രവീൺ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ DCC ഓഫീസാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങൾ 5-8 കോടി രൂപ കോൺഗ്രസ്സുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ച് ഇങ്ങനെ ഒരു DCC ഓഫീസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ജനകീയനായ നേതാവാണ്, ജനങ്ങളുടെ ഇടയിൽ ജയിക്കുന്നവനാ. ഒപ്പത്തിനൊപ്പം ജയന്തുണ്ട്, KPCC ജനറൽ സെക്രട്ടറി. ഇവരൊക്കെ വർക്ക് ഇവർ വന്ന് പോയി. നമ്മൾ വല്ലതും പറഞ്ഞോ? അവർ സുഹൃത്ത് സംഭാഷണത്തിൽ വന്ന K. മുരളീധരൻ 10 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ട്. പാവം, നിങ്ങൾ സൈക്കി, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇന്നലെ 2 പ്രാവശ്യം കണ്ടു ഞാൻ. വൈകുന്നേരം വഹാബ് MP-യുടെ വീട്ടിൽ വെച്ച് കണ്ടു. പ്രയാസമുണ്ട് അവരിത് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കൂടി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കും. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പരിഹാരം, മാന്യതയൊന്നും വേണ്ട. നമ്മൾ അഴിച്ചുവിട്ട മുണ്ടും ഷർട്ടൊക്കെ ഉണ്ടല്ലോ, നഗ്നനായി നടക്കുകയാണല്ലോ PV എന്നവർ, അതൊന്നും ഉടുക്കാൻ നോക്കാം നമുക്ക്. അല്ലേ ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ എൻ്റെ പൊന്നരുണെ, കത്തടക്കം കൊടുത്തില്ലേ? നീ എന്താ നിലപാട് വ്യക്തമാക്കാൻ എന്താ ബാക്കി? ഞാൻ മലയാളമല്ല ഇപ്പം ഈ പറഞ്ഞത്. ഏത് മുന്നണിയിൽ? അതിനല്ലേ കത്ത് കൊടുത്ത് കാത്തു നിൽക്കണം മാഷേ.